ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യം 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. ചുവപ്പ് കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഘോഷങ്ങളിൽ അലയടിച്ച് വന്ദേ മാതരം. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി. പൊതുപരീക്ഷകൾക്കായി വിദ്യാർത്ഥികൾക്ക് സൗജന്യ പരിശീലനം നൽകുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. സംസ്ഥാനത്ത് വിപുലമായ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബോണസും ഉത്സവബത്തയും അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ശ്രീലങ്കയ്ക്കെതിരായ 1ാം ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് വെയിൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. 80ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. മാതൃരാജ്യത്തിന്റെ സംരക്ഷണത്തിനും പരമാധികാരത്തിനുമായി പരമോന്നത ത്യാഗം സഹിച്ച ധീര രക്തസാക്ഷികൾക്ക് രാഷ്ട്രപതി പ്രണാമമർപ്പിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ധീര ജവാന്മാരുടെ സ്മരണ പുതുക്കി 2 മിനിറ്റ് മൗനവും ആചരിച്ചു. 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. വികസിത ഭാരതത്തിനായുള്ള യുവജനങ്ങളുടെ സംഭാവനകൾ അംഗീകരിച്ചുകൊണ്ട് യുവശക്തി ആസ്പദമാക്കിയാണ് ഇത്തവണത്തെ ആഘോഷങ്ങൾ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇതാദ്യമായാണ് ചുവപ്പുകോട്ടയിൽ വന്ദേ മാതരം മുഴങ്ങുന്നതെന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര ത്വരിതപ്പെടുത്തുന്നതിനായി 7 ഘടകങ്ങളടങ്ങിയ സപ്തധാര പരിഷ്കരണ ചട്ടക്കൂട് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ അതിവേഗം വളരുന്ന സുപ്രധാന സമ്പദ് വ്യവസ്ഥയായി മാറിയതായി അദ്ദേഹം പറഞ്ഞു. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചു. ആഗോളതലത്തിൽ AI മേഖലയിൽ നേതൃനിരയിലേക്ക് ഉയരാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. विभिन्न परीक्षाओं की फ्री ऑनलाइन कोचिंग हमने करने का निर्णय किया है. डिजिटल पब्लिक इंफ्रास्ट्रक्चर है, हमारे पास उत्तम टैलेंट है, टीचर्स है. उन संसाधनों को जोड़ करके हम देश के नौजवानों को फ्री कोचिंग देने का एक पूरा नेटवर्क हम खड़ा करने वाले हैं. AI का विस्तार बहुत तेजी से बढ़ रहा है. लाल किले से मैं देश के नौजवानों के लिए घोषणा करना चाहता हूं. हमने तय किया है कि आने वाले 1 वर्ष में 1 करोड़ युवाओं को AI स्किल के लिए ट्रेनिंग देने का हम काम करेंगे. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, JP നഡ്ഡ, S ജയശങ്കർ തുടങ്ങിയവർ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു. സ്വതന്ത്ര ഭാരതത്തെ വികസിത ഭാരതമാക്കി മാറ്റാനുള്ള പവിത്രമായ ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പ്രതിബദ്ധതയോടും ഉത്തരവാദിത്തത്തോടും അഭിമാനത്തോടും കൂടി രാഷ്ട്രത്തെ സേവിക്കാൻ ത്രിവർണ്ണ പതാക എന്നും പ്രചോദനമാകട്ടെയെന്ന് ഉപരാഷ്ട്രപതി ആശംസിച്ചു. ഭരണഘടനയുടെയും ത്രിവർണ്ണ പതാകയുടെയും മൂല്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് പറഞ്ഞു. കേരളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവരും സ്വാതന്ത്ര്യ ദിനാശംസകൾ പങ്കുവച്ചു. സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദേശീയ പതാക ഉയർത്തി. പ്രളയമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുമെന്നും ദുരന്ത ബാധിത കുടുംബങ്ങളെ ചേർത്തുപിടിച്ച് ഒറ്റക്കെട്ടായി അതിജീവിക്കുമെന്നും സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും മെച്ചപ്പെടുത്തുക, ലഹരി മുക്ത സമൂഹം സൃഷ്ടിക്കുക എന്നിവയ്ക്ക് സർക്കാർ മുൻഗണന നൽകുന്നുവെന്നും തന്റെ സന്ദേശത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഏറ്റവും സൂക്ഷ്മമായി പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് ഭാവിയെ നോക്കിക്കണ്ട് പുതുതലമുറയെ ചേർത്തുപിടിച്ച് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കേണ്ട സമയമാണിത്. ജനാധിപത്യം നിരന്തരമായ സംവേദനമാണ്. എതിർപ്പും ചോദ്യം ചെയ്യലും തുറന്ന സംഭാഷണവും തിരുത്തലും ജനാധിപത്യത്തെ പുനരുജ്ജീവിപ്പിക്കുന്നു. ഏകവിളത്തോട്ടത്തിൽ ഒരേ ഇനം മനുഷ്യരെ വളർത്തി ഒരേ ഭാഷയും ഒരേ വിശ്വാസവും ഒരേ ജീവിതശൈലിയും വളർത്തുന്ന ഏത് വ്യത്യസ്തതയെയും ഭയക്കുന്ന വെറുപ്പിന്റെ തുരുത്തുകളും വർഗീയതയുടെ ഇരളിടങ്ങളും സൃഷ്ടിക്കുന്നതല്ല ജനാധിപത്യം.
വിവിധ സേനാ വിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. മികച്ച സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷണൽ സർവീസ് മെഡലുകൾ, ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിച്ചു. മാഹിയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പുതുച്ചേരി സിവിൽ സപ്ലൈസ് മന്ത്രി ശിവകൊളുന്തു പതാക ഉയർത്തി. തുടർന്ന് മാഹി പോലീസ്, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, പുതുച്ചേരി ഹോം ഗാർഡ്സ്, NCC തുടങ്ങിയ വിഭാഗങ്ങളുടെ വർണ്ണാഭമായ പരേഡും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. മാഹി MLA അശോക് കുമാർ പങ്കെടുത്തു. തൃശൂർ ഭാരതീയ വിദ്യാഭവനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. 2047 രാജ്യം 100ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ പൂർണ്ണമായും വികസിത രാജ്യമായി മാറുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. കേരളം എന്ന് പുനർനാമകരണം ചെയ്ത് പാർലമെന്റിൽ ബിൽ പാസാക്കിയ ശേഷമുള്ള ആദ്യ സ്വാതന്ത്ര്യ ദിനമാണിതെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. വിശദാംശങ്ങളിലേക്ക്. കൊല്ലം ആശ്രാമ മൈതാനത്ത് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മന്ത്രി ഷിബു ബേബി ജോൺ അഭിവാദ്യം സ്വീകരിച്ചു. പത്തനംതിട്ടയിൽ മന്ത്രി PC വിഷ്ണുനാഥ് പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കോട്ടയത്ത് മന്ത്രി മോൻസ് ജോസഫ് സ്വാതന്ത്ര്യദിന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആലപ്പുഴയിലെ ചടങ്ങിൽ മന്ത്രി M ലിജു അഭിവാദ്യം സ്വീകരിച്ചു. എറണാകുളം ജില്ലാ കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോജി M ജോൺ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ഇടുക്കിയിൽ മന്ത്രി അനൂപ് ജേക്കബും തൃശൂരിൽ മന്ത്രി OJ ജനീഷും പാലക്കാട് മന്ത്രി AN ഷംസുദ്ദീനും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് ജില്ലയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. വയനാട് ജില്ലാ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിന് മന്ത്രി T സിദ്ദിഖ് നേതൃത്വം നൽകി. കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ മന്ത്രി സണ്ണി ജോസഫ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി KM ഷാജി പതാക ഉയർത്തി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ കവരത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് SB ദീപക് കുമാർ ദേശീയ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി ഇന്ന് വൈകിട്ട് 6:40 പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഫുൾ ടൈം കണ്ടിജന്റ് ജീവനക്കാർക്കും മറ്റു വിഭാഗങ്ങളിലുള്ള ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബോണസും പ്രത്യേക ഉത്സവ ബത്തയും അഡ്വാൻസും അനുവദിച്ച് സർക്കാർ 4500 രൂപയാണ് ബോണസായി ലഭിക്കുക. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ബത്തയായി 3000 രൂപ ലഭിക്കും. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ബത്ത 1250 രൂപയാണ്. ഹോക്കി ലോകകപ്പ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ബെൽജിയം, നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. പുരുഷ വിഭാഗത്തിൽ ഇന്ന് വൈകിട്ട് 4:30 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ വെയിൽസിനെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. അരനൂറ്റാണ്ട് പിന്നിട്ട കിരീട നേട്ടത്തിന്റെ തുടർച്ചയ്ക്കായി ഇന്ത്യയുടെ പുരുഷ ഹോക്കി ടീം ഇന്ന് മത്സരത്തിനിറങ്ങിയാണ്. ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ എന്നിവരാണ് ഇന്ത്യയുടെ ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. 1975 ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യയുടെ ലോകകപ്പ് നേട്ടം. കഴിഞ്ഞ തവണ ഭുവനേശ്വർ 9ാം സ്ഥാനത്തായിരുന്നു. ഹർമൻപ്രീത് നയിക്കുന്ന പെനാൽറ്റി കോർണർ ലൈനപ്പാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധം. പരിചയസമ്പന്നനായ മൻപ്രീത് സിംഗിന്റെയും മൻദീപ് സിംഗിന്റെയും സാന്നിധ്യവും കരുത്താകും. വനിതകൾ നാളെ വൈകിട്ട് 4:30 ചൈനയുമായി ഏറ്റുമുട്ടും. ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടുമാണ് വനിതകളുടെ ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. ഇത്തവണ ക്വാർട്ടർ ഫൈനൽ ഒഴിവാക്കി പുതിയ ഫോർമാറ്റിലാണ് ലോകകപ്പ് ഹോക്കി സംഘടിപ്പിക്കുന്നത്. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം തങ്ങളുടെ 600ാം ടെസ്റ്റ് മത്സരത്തിനാണ് ഇന്ന് കളത്തിലിറങ്ങിയത്. സംസ്ഥാനത്ത് ഈ വർഷം ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്കുള്ള ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടി. അർഹരായ എല്ലാ കർഷകരും AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ. ഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ.
ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഘോഷങ്ങളിൽ അലയടിച്ച് വന്ദേ മാതരം. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി. പൊതുപരീക്ഷകൾക്കായി വിദ്യാർത്ഥികൾക്ക് സൗജന്യ പരിശീലനം നൽകുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. സംസ്ഥാനത്ത് വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബോണസും ഉത്സവ ബത്തയും അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ശ്രീലങ്കയ്ക്കെതിരായ 1ാം ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് വെയിൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.